ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലായിട്ടുണ്ട്. പക്ഷേ പോറ്റി കസ്റ്റഡിയിലാവുമ്പോഴും അവിടെ ഒരു ചോദ്യം ബാക്കിയില്ലേ? കാരണം ഈ തന്ത്രി കുടുംബം അവർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു ഇടമാണല്ലോ ഇവിടം. അപ്പോൾ അവിടെ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്ക് പിന്നിലും തന്ത്രിയുടെ കൃത്യമായ ഒരു, അതായത് പിതൃസ്ഥാനമാണല്ലോ. അപ്പോൾ തന്ത്രിയുടെ തീരുമാനത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ടാകും. അപ്പോൾ പ്രധാനമായി നിൽക്കുന്നത് തന്ത്രി കുടുംബമാണ്. ഇതിലെല്ലാത്തിലും ഇപ്പോൾ വാജിവാഹനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും തന്ത്രി അറിയാതെയാണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹയുടെ പേര് ഉണ്ണികൃഷ്ണൻ പോറ്റി. അയാൾ 2007 തൊട്ട് അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കസ്റ്റഡിയിൽ അതീവ രഹസ്യമായിട്ട് മാധ്യമങ്ങൾക്ക് പോലും കൊടുക്കാതെയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 12 മണിക്കാണ് അറസ്റ്റ് ചെയ്തിട്ട് ഇന്ന് 12 മണിക്ക് മുമ്പ് റാന്നി കോടതിയിൽ ഹാജരാക്കണം. കാരണം ഒരാളെ കസ്റ്റഡി വെക്കാൻ 24 മണിക്കൂർ ആണ് അതിനുശേഷം അയാളെ കസ്റ്റഡിയിൽ വാങ്ങും. കോടതി ഇടപെട്ടതായതുകൊണ്ട് ഇടപെട്ടിരിക്കുന്നതായതുകൊണ്ടും ഈ പറഞ്ഞ പോലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയമിച്ചിരിക്കുന്നത് കോടതി ആയതുകൊണ്ടും അവരുടെ താല്പര്യത്തിനനുസരിച്ച് കൂടുതൽ കോടതി വഴങ്ങിക്കൊടുക്കാനാണ് സാധ്യത. ഇയാളെ കസ്റ്റഡി മേടിക്കും. അപ്പോൾ ഇയാളുടെ വാ തുറന്നാൽ ഈ പറയുന്നത് പോലെ കാര്യങ്ങൾ പലതും വെളിയിൽ വരും. അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ നടത്താൻ പറ്റുന്നതും നടക്കുന്നതുമായിട്ടുള്ള കൊള്ളയല്ല. ഇതൊരു വലിയ അമ്പലമാണ്. കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു അമ്പലമാണ്. ആ അമ്പലത്തിനകത്ത് ഈ പറഞ്ഞതുപോലെ പ്രജിത ചോദിച്ചതുപോലെ എല്ലാ അമ്പലത്തിൻ്റെയും തന്ത്രി എന്ന് പറഞ്ഞാൽ ആ അമ്പലത്തിൻ്റെ തന്തയുടെ സ്ഥാനം, അതായത് അയ്യപ്പൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണ് തന്ത്രിക്കുള്ളത്. അവിടെ ഒരു കല്ല് മാറ്റിയിടണമെങ്കിൽ, ഒരു തീരുമാനമെടുക്കണമെങ്കിൽ തന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ നടക്കത്തില്ലാത്ത ഒരിടത്ത് ഈ പറഞ്ഞതുപോലെ ഈ പാളി ഇളക്കിക്കൊണ്ട് പോകാനൊക്കത്തില്ല. അതിൻ്റെ വെളിയിൽ കൊണ്ടുപോകാനൊക്കത്തില്ല. ഇന്നയാളെ ഏൽപ്പിക്കാനൊക്കത്തില്ല. ഇതെല്ലാം അയാൾ കൂടി അറിഞ്ഞ് മാത്രമേ നടക്കുവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ശരിയോ തെറ്റോ. കാരണം ഇപ്പം ഈ അവിടുത്തെ വാഹനം, അയ്യപ്പൻ്റെ വാഹനം കുതിര ഇതിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നതാണ്, മനസ്സിലാവുന്നു? കൊടിമരത്തിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നത്. ഈ വാഹനം കൊടിമരം മാറ്റുമ്പോൾ മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പഴയ വാഹനം ഈ പറയുന്ന പോലെ ഒരു കൊടിമരം അല്ലെങ്കിൽ ഈ മാറ്റുമ്പോൾ ആ കൊടിമരം യഥാസ്ഥാനത്ത് അതിൻ്റെ കർമ്മങ്ങളോടുകൂടി ഇത് ഇല്ലായ്മ ചെയ്യണം. അത് ദഹിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുമുണ്ട്. ഇതിനെല്ലാം താന്ത്രിക വിധിപ്രകാരമാണ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ കസ്റ്റോഡിയൻ ആരാ? യഥാർത്ഥത്തിൽ തന്ത്രിയാണ്, മനസ്സിലാകുന്നത്. അപ്പോൾ ഇതെല്ലാം അവിടുത്തെ അമ്പലത്തിൽ, അപ്പം ഇത് ബാക്കി വരുന്ന സാധനമാണെങ്കിൽ അത് ചോദിക്കുക, അതാരും അത് അങ്ങോട്ട് മാറ്റി വെച്ചേരെ. അപ്പോൾ ഈ വാഹനം എവിടെ കൊണ്ടുപോകണം, ഇതിൻ്റെ രീതി ചെയ്യണം, തന്ത്രി പറയുക, അത് ഞാൻ ചെയ്തേക്കാം. അപ്പോൾ പിന്നെ അതിനകത്ത് മറുചോദ്യമൊന്നുമില്ല, അത് ചെയ്തേക്കാം. അപ്പോൾ ഇതുപോലെ പല അമ്പലങ്ങളിലും ഈ പറയുന്നത് പോലെയുള്ള വാഹനങ്ങളും ഇതുപോലെ മാറ്റി സ്ഥാപിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ നശിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് താന്ത്രികമായിട്ടും അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിവുള്ളതും അത് എങ്ങനെ വേണമെന്നുള്ളതും കൂടുതൽ അറിവുള്ള ആൾ ഇദ്ദേഹമാണെന്ന് കണ്ട് അല്ലെങ്കിൽ എങ്ങനെ ധരിച്ച് അയാളെ ഏൽപ്പിക്കാൻ സാധ്യത. ഇപ്പോൾ വരുന്ന കേൾക്കുന്നത് ശരിയാണോ ശരിയല്ലയോ എന്നറിയത്തില്ല. ഈ പറയുന്ന വാഹനം കൊടുത്താൽ 500 കോടി രൂപ വെളിയിൽ കിട്ടും. ശരിയായിരിക്കും, മോഹവില. കാരണം നമുക്കറിയാമല്ലോ, ഇവിടുന്ന് പണ്ട് മോഷണങ്ങൾ നടക്കുന്നത്. ഓരോ അമ്പലത്തിലെയും ഓരോ വിഗ്രഹങ്ങൾ കൊണ്ട് കൊടുത്താൽ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അറബ് രാജ്യങ്ങളിലൊക്കെ കടത്തി കൊടുത്താൽ കോടികൾ കിട്ടും എന്ന് പറഞ്ഞാൽ ഇതിന് അയ്യപ്പൻ്റെ വാഹനം അല്ലെങ്കിൽ ഇത്ര കൊല്ലം പഴക്കമുള്ളതാണ്, അല്ലെങ്കിൽ അത് ഇന്നിടത്തിരിക്കുന്നു, അല്ലെങ്കിൽ അത് അത്തരത്തിൽ വിചാരിക്കുന്നു. ഇവിടൊക്കെ അല്ലെങ്കിൽ ഭയം, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വീട്ടിൽ വെക്കുമ്പോൾ ഭയം ഉണ്ടാകും. വെളിയിൽ അറബിയുടെ വീട്ടിലാണെങ്കിൽ അവനത് ആഡംബരമായിട്ട് വയ്ക്കും, മനസ്സിലായില്ലേ? അവൻ 500 കോടി. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്ര ഇടത്തെ ഇപ്പം പുതിയ വരുന്ന ലിസ്റ്റ് അനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന തന്ത്രിയുടെ കയ്യിൽ ഇതുപോലെ ഇവിടുത്തതും പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെയും ഇതുപോലെ വിഗ്രഹങ്ങളും അല്ലെങ്കിൽ മറ്റ് കൊടിമരങ്ങളും ഒക്കെ മാറ്റി സ്ഥാപിക്കുമ്പോൾ ഇതുപോലെ ഇവിടെ കുതിരയാണ് വാഹനമെങ്കിൽ ഈ ഗണപതി ക്ഷേത്രത്തിലാണെങ്കിൽ എലിയാണ് വാഹനം, മറ്റേ ഓരോ ക്ഷേത്രത്തിലെ ഓരോ രീതിയിലുള്ള ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇതൊക്കെ ഇപ്പം വിചാരിച്ചപ്പോൾ വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നത് ശബരിമലയിലായിരുന്നു, മനസ്സിലാക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്നു. അത് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യത്തെപ്പറ്റി ഞാൻ പറയുന്നത്. അപ്പോൾ ബാക്കി ഇതുവരെ കൊണ്ടുപോയതൊക്കെ ഇദ്ദേഹം യഥാസമയം ദഹിപ്പിച്ചോ, അല്ലെങ്കിൽ ഇദ്ദേഹം യഥാസമയം ദഹിപ്പിച്ചു എന്നുള്ള കാര്യത്തെപ്പറ്റി ആരെങ്കിലും ഈ ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ മന്ത്രിക്കോ മറ്റാർക്കെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഉത്തരവാദിത്വം ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ
ഇതിന് സാധ്യത ഉള്ളിടത്ത്, ഇതിന് സാധ്യത ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അറിയുമ്പോഴാണല്ലോ അറിയുന്നത്. ഇതിന് സാധ്യത ഉള്ളിടത്ത് അത് ദഹിപ്പിച്ചോ അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്തോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി വാളി ഇളക്കിക്കൊണ്ട് പോയിട്ട് ഉള്ള വീടുകളെല്ലാം കയറ്റി വെച്ചിട്ട് പൂജിക്കാൻ അനുവദിക്കുകയും കയറ്റി വെച്ചാൽ ആ വീട്ടിലെ അയ്യപ്പൻ്റെ അനുഗ്രഹം കിട്ടുമെന്ന് പോലും തെറ്റിദ്ധരിപ്പിച്ച് കച്ചവടമാക്കാൻ സാധ്യതയുള്ളിടത്ത് ഇതുപോലൊരു വരാഹി വാഹനം ഇത്ര കൊല്ലം അയ്യപ്പൻ്റെ വാഹനമായിട്ട് കൊടിമരത്തിന് മണ്ടയ്ക്കിരുന്നു വാജിവാഹനം വാജിവാഹനം എത്രയോ വില കാണും. അപ്പോൾ ഇതൊരു വലിയ കൊള്ളസംഘമാണ്. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ ഇതിനകത്ത് തന്ത്രി വരുമോ, മന്ത്രി വരുമോ, അല്ലെങ്കിൽ ഏതൊക്കെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ വരുമോ, അല്ലെങ്കിൽ ആരൊക്കെ വരുമോ എന്നൊക്കെയുള്ള കാര്യം കൃത്യമായിട്ട് വൃത്തിയായിട്ട് ഈ പോറ്റിയെ ഒന്ന് ഒഴിയാമെങ്കിൽ ഒരു ഫസ്റ്റ് റൗണ്ട് കിട്ടും. അതനുസരിച്ച് കൃത്യമായിട്ട് കോടതി ഇടപെടുന്നത് പോരാ, കോടതി ആഗ്രഹിക്കുന്ന അതേ വലിപ്പത്തിൽ ഈ പറയുന്നത് പോലെ ഉദ്യോഗസ്ഥന്മാർ നിന്നാൽ, മുഖം നോക്കാതെ നിന്നാൽ, ആരെയും സഹായിക്കാതെ നിന്നാൽ ഇതിനകത്ത് പലരും വെളി വരും. നമ്മൾ ഉദ്ദേശിക്കാത്ത ആൾക്കാരൊക്കെ വെളി വരും. കാരണം ഇത്തരത്തിൽ ചൂഷണം, വിശ്വാസം എന്ന് പറയുന്ന ആൾക്കാർ, സാധാരണക്കാരൻ 80% 90% വരുന്ന പാവപ്പെട്ടവൻ, അവൻ്റെ വിശ്വാസം, അവൻ്റെ തലക്കുഴിഞ്ഞ് അവൻ്റെ വിയർപ്പിൻ്റെ പണം അയ്യപ്പന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ തെറ്റിദ്ധാരണ കൊണ്ട് അയ്യപ്പൻ എന്തിനാ പൈസ? നമ്മൾ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ നാഥൻ, പ്രപഞ്ചത്തിനെ കൈകാര്യം ചെയ്യാനിരിക്കുന്ന അയ്യപ്പന് നമ്മളിവിടെ സർക്കാർ സംവിധാനത്തിൽ നമുക്കിടെ ക്രയവിക്രയത്തിന് വേണ്ടി ഭരണഘടന അടിച്ചു വെച്ചേക്കുന്ന നോട്ട് കൊണ്ട് അവിടെ ഇട്ട് കൊടുത്താൽ, അപ്പോൾ നമ്മൾ വീട്ടിൽ വരുമ്പോൾ ധർമ്മക്കാരന് കാശ് കൊടുക്കുന്നവരെന്ന് അയ്യപ്പൻ നമ്മുടെ കർമ്മകാശിനിരിക്കുകയാണ്. യഥാർത്ഥത്തിലൊന്ന് യുക്തിയായിട്ട് ചിന്തിച്ച് നോക്കി. നമ്മൾ അദ്ദേഹത്തെ കുറച്ച് കാണുമല്ലയോ? നമ്മൾ കൊണ്ടുവന്ന് എൻ്റെ ഭഗവാനെ എൻ്റെ മോളെ കെട്ടിച്ചേരണം ഇന്നാ 100 രൂപ, അല്ലെങ്കിൽ എൻ്റെ മോനെ കെട്ടിച്ചേരണം ഇന്നാ 150 രൂപ, അല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ് വിജയിക്കണം എന്നാ 1000 രൂപ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? അപ്പം ഇതിനകത്തൊരു അർത്ഥവുമില്ല. ഇതൊരു തെറ്റായ ധാരണയാണ്. ഈ ധാരണയിലേക്ക് ഏറ്റവും വലിയ ശേഷിയുള്ളവനെയും പ്രഗത്ഭനെയും ഈ പറയുന്നത് പോലെ ബഹിരാകാശത്തേക്ക് മിസൈൽ വിടുന്നവനെയും അല്ലെ സാറ്റലൈറ്റ് കണ്ടുപിടിച്ചവനെയും ഒക്കെ കൊണ്ടെത്തിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ മാനസികാവസ്ഥയിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമായ വിശ്വാസം എന്ന് പറയുന്നത്. ഇവനെല്ലാം പറ്റിക്കുന്ന ആരാ? ഇവനെല്ലാം വന്നിട്ട് ഈ ഉണ്ണികൃഷ്ണൻ തിരുമേനിയെ തൊഴുതുകയാണേ. ഒരു കാലത്ത് അയാളുടെ കയ്യിൽ നിന്ന് അയാൾ ചന്ദനം എടുത്ത് കൊടുക്കും, ഈ പൈസ കൊടുത്തിട്ട് വന്നു. ഇവനൊരു ഭൂലോക പോക്കറ്റടിക്കാരനാണെന്നും അല്ലെങ്കിൽ അമ്പലം തുറക്കാനിരിക്കുന്നവനാണെന്നും ഈ കള്ളനാണെന്നും കൊള്ളക്കാരനാണെന്നും ഒക്കെ ഇപ്പോഴല്ലേ അറിഞ്ഞത്. ഇവനെ എല്ലാം തൊഴുതോ? ആരൊക്കെ തൊഴുതു കാണും? മന്ത്രി തൊഴുതു കാണും. മുഖ്യമന്ത്രി പിന്നെ തൊഴാൻ പോകുന്നില്ലെന്ന് നമുക്ക്. അതുപോലെ അത്ര വലിപ്പത്തിലുള്ള ആരെല്ലാം തൊഴുതു കാണും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് പണ്ട് മുതലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം. ഇതിനകത്ത് മാത്രമല്ല, ഇത് ക്രിസ്ത്യാനിക്കകത്തുമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ മുസ്ലിം എല്ലാത്തിനകത്തുകൊണ്ട് വിശ്വാസത്തിൻ്റെ മറവിൽ ചൂഷണം ചെയ്യാൻ നിൽക്കുന്ന, അതിനുവേണ്ടി ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ കെയർ ഓഫിലാണെങ്കിൽ മറ്റു പല പറയുന്ന ജാതികളുടെ ഇടയ്ക്ക് വേറെ ചില കമ്മിറ്റികളുടെ രൂപത്തിലായിരിക്കും. അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആ സമയത്തിരുന്ന ഒരുപക്ഷെ ആ പത്മകുമാറും അല്ലെങ്കിൽ ഈ മറ്റ് ചില അന്നത്തെ മന്ത്രിയായിട്ടിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെയും ഇതിലൊക്കെ പേരുകളാണല്ലോ ഇപ്പം വരും. അപ്പോൾ ഇപ്പോഴത്തെ മന്ത്രിയായിട്ടിരിക്കുന്ന വാസവൻ്റെയും പലരുടെയും പേര് പറഞ്ഞു. ഇത് കാലാകാലങ്ങളായിട്ട് ഇതുപോലെ പലരും മാറി മാറി ഇരുന്നപ്പോൾ ഇതുപോലൊക്കെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ ദീർഘമായിട്ട് അങ്ങോട്ട് പുറകോട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഈ നിൽക്കുന്നതിനകത്തൊരു 90% ആൾക്കാരും ഇത്തരത്തിൽ കള്ളന്മാരാണ്. അതുകൊണ്ടാണ് ഈ കേസിനകത്ത് ഈ പറയുന്ന ഇപ്പോൾ പ്രതിയായിട്ട് വരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളവരെ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ വന്നില്ലേ, മുരാരി ബാബു. ഇവൻ ഈ പല കൊള്ളകളുടെയും സമയത്ത് അവിടെ ഉണ്ട്. നമ്മൾ പറയത്തില്ലേ, ചില ആ കൊലപാതകമെല്ലാം നടന്നപ്പോൾ ഇന്ന ആളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഇവൻ ഈ പല മോഷണത്തിനും ദേവസ്വം ബോർഡ് നോട്ട് ചെയ്തിരിക്കുന്ന പല മോഷണത്തിലും അല്ലെങ്കിൽ പല മാല പോകുന്നതും മറിച്ചു പോകുന്നു. അവിടെ എല്ലാം അന്ന് ഈ മുരാരി ബാബു ആ മോശം ഇരുന്നത്. വേണ്ടുന്ന ആൾക്കാരെ ഏറ്റുമാനൊരു ശ്രീകോവിൽ കത്തിയപ്പോൾ അവിടുത്തെ സ്വർണ്ണം കിട്ടി രുദ്രാക്ഷമാല കാണാതെ പോയപ്പോൾ രണ്ടാമത് രുദ്രാക്ഷമാല ഉണ്ടാക്കിയപ്പോൾ അന്ന് മാസ്റ്റർ മുരാരി ബാബുവാ. 2019 പാളി പൊളിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന പോലെ തീരുമാനം എടുക്കുമ്പോൾ മുരാരി ബാബുവാ. 2025 ഇത് കൊടുത്തുവിടുന്ന ഇന്നാളുടെ കയ്യിലാണെന്ന് പറയുമ്പോൾ മാസ്റ്റർ ചെയ്യുമ്പോഴും മുരാരി ബാബുവാ. ഈ പറയുന്നത് പോലെ ചെമ്പുതകളി പാളിയാണെന്ന് പറഞ്ഞുകൊണ്ട് വെളുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഈ പൊളിക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ മാസ്റ്റർ ചെയ്യുന്ന മുരാരി ബാബു ആ ചെമ്പുവാളിയാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തതിനകത്തുനിന്ന് ഇവൻ ഇപ്പം കിട്ടിയ കണക്കനുസരിച്ച് അതിനകത്തുനിന്ന് 3/4 കിലോ സ്വർണ്ണം അടിച്ചു മാറ്റി. അപ്പോൾ ചെമ്പായിരുന്നോ സ്വർണ്ണമല്ലായിരുന്നോ? മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് ഈ രീതിയിലേക്കുള്ളൊരു കൊള്ള. അപ്പം ഇതൊരു കൊള്ള സംഘമാണ്. ഇത് ഇന്നലെ തുടങ്ങിയല്ലോ. നേരത്തെ വാസു എന്ന് പറഞ്ഞിരുന്ന ആളറിയാം, പത്മകുമാറിന് ശേഷം ഇരുന്ന വാസു. അദ്ദേഹം ഒരു നല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുന്നതിനകത്ത് ഏറ്റവും നല്ലൊരു മനുഷ്യനായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് അദ്ദേഹത്തെ ബോധ്യമുണ്ട്. ഗുരുദാസിൻ്റെയൊക്കെ ഇതിനകത്തിരുന്ന അദ്ദേഹം ഇരുന്ന 5 കൊല്ലം അദ്ദേഹം ഒരു പ്രാവശ്യം നോക്കിയപ്പം ഈ എല്ലാ കൊല്ലവും 1.5 കോടി രൂപയുടെ പാത്രമാണ് ഭഗവാൻ മേടിക്കുന്നത്.
അവസാനം പുള്ളി പരിശോധനയ്ക്ക് വിധേയമാക്കി. പുള്ളി ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അയാൾ 5 പൈസ അതിനകത്ത് എടുത്തിട്ടുള്ളവനല്ല. അയാൾ ഇരുന്ന പോസ്റ്റിലെല്ലാം അയാൾ ആ കാര്യത്തിൽ സാമ്പത്തിക ഇടപാടിനകത്ത് വളരെ ക്ലീൻ ആയിരുന്നു. അങ്ങനെ വേറെ എടുത്തിട്ട് നോക്കിയപ്പോൾ എല്ലാ പ്രാവശ്യവും പാത്രം മേടിക്കുന്നതിന് റെസിപ്റ്റും ഉണ്ട്, പൈസയും പോകുന്നുണ്ട്. പാത്രം അവിടെ മേടിക്കുന്നേ ഇല്ല. എന്തോ ഇതിനു വേണ്ടി പാത്രം എന്തോ എല്ലാ കൊല്ലം പാത്രം ശബരിമലയ്ക്ക് ആവശ്യമായ ഈ ശ്രീകോവിലിനകത്തും മറ്റോ മറിച്ചായിട്ടുള്ള പാത്രത്തിനാണ്. ഇതുപോലെ എന്തെല്ലാം കണക്കിനകത്ത് അവിടെ കാര്യങ്ങൾ എഴുതി പോകുന്നത്, എന്തെല്ലാം കാര്യങ്ങൾക്കകത്ത് ഇത് ആര് നോക്കുന്നു? പരസ്പര കച്ചവടം ആകുമ്പം നീ 1 കോടി അടിക്കാൻ പറ്റി കേട്ടോ, ഞങ്ങളിവിടെ 1 കോടി അടിച്ചു. ഇതിനെല്ലാം കണക്കുണ്ടോ? ചാക്ക് കണക്കിനാ, ലോഡ് കണക്കിനാ. നിങ്ങളീ പറയുന്ന പോലെ അവിടെ ചെന്ന് കാണണം. പൈസ ചാക്കിനകത്ത് നാണയം എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ പറ്റൂ. ആരറിയാൻ? അതുപോലെ പൈസ ഒരു പ്രാവശ്യം പത്രത്തിൽ വന്നിട്ടുണ്ട്, നോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് എണ്ണിത്തീരണ്ടേ? നോട്ട് മാറ്റിയിരുന്ന് എലി കരടുക, അല്ലെങ്കിൽ അത് ഇതുള്ളതാണ്, ഇതിനകത്തുനിന്ന് എടുത്താൽ എത്രയും. ഇവർ പറയുന്നതാ കണക്ക്. മനസ്സിലാവും? ശബരിമലയിലെ വരുമാനം എന്ന് പറയുമ്പോൾ നമ്മൾ കാണിക്കുന്ന അരവണയും അപ്പവും അതിനകത്ത് വീണ കാശിൻ്റെ അവിടുത്തെ ബോർഡ് ബോധ്യപ്പെട്ട് അല്ലെങ്കിൽ ക്യാമറ വെച്ച് ഞങ്ങൾ കൃത്യമായിട്ട് എണ്ണി എന്നുള്ള വരുമാനമായി നമ്മൾ വെളിയിൽ കാണിക്കുന്നത്. ശബരിമല എന്ന് പറയുന്ന ആ ഒരു സീസണിൽ ശബരിമല ഈ ഒരു 10 കൊല്ലം മുമ്പുള്ള കണക്ക് വന്ന് 10,000 കോടി രൂപയുടെ ക്രയവിക്രയം നടക്കുമെന്ന്. എന്താണെന്ന് അറിയോ? ഇവിടുന്ന് വണ്ടി തൊട്ട് ആയിട്ടിരിക്കുന്ന കച്ചവടക്കാർ ഉൾപ്പെടെ, കാരണം ഈ വിവിധ ജാതി മതസ്ഥർക്കെല്ലാം അവിടെ കിടന്ന് ഈ പൈസ ഇത്രയും പോവുക. അപ്പോൾ വലിയൊരു നമ്മുടെ കേരളത്തിനകത്തെ ഒരു വലിയ ഈ നേട്ടം, അല്ലെങ്കിൽ ഈ പറഞ്ഞ റവന്യൂ ഇനത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ പണം താഴെത്തട്ടിൽ ഒഴുകുന്ന, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പണം വരുന്ന, എല്ലാ രീതിയിലും കേരളത്തിന് എല്ലാ ഗുണവും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. മാത്രമല്ല ഇവിടെ വരുന്ന വരുമാനത്തിനകത്തെടുത്ത ബാക്കി മാർഗമില്ലാത്ത അമ്പലത്തിൽ ഈ ഇതുപോലെ ഈ വരുന്ന കണക്കിനകത്തെടുത്ത് അമ്പലങ്ങളിൽ കാര്യങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കും. അപ്പോൾ ഇതേ രീതിയിലുണ്ട്. ഇതിൻ്റെ അകത്തു നിന്നാണ് ഒരുപക്ഷേ നമ്മൾക്ക് കിട്ടുന്ന കണക്കിൻ്റെ അത്രയും തന്നെ പൈസ, വെളിയിൽ അറിയുന്ന ഔദ്യോഗികമായിട്ട് കണക്കിൻ്റെ അത്രയും തന്നെ പൈസ ഒരുപക്ഷെ ഇതിനകത്ത് നിന്ന് ഇതുപോലെ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നതിനകത്ത് തന്ത്രിയും മന്ത്രിയും ഈ പറയുന്ന പോലെ തിരുമേനിയും പോറ്റിയും ദേവസ്വം ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടെയുള്ള ഒരു കോക്കസ് ഉണ്ടാകും. എല്ലാവരും ഉണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു 80% ആൾക്കാർ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അത് അവരുടെ വീടും പരിസരവും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏതായാലും ഈ പറയുന്ന തന്ത്രിയൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ കാലം തെളിയിക്കേണ്ടി വരും, അല്ലെങ്കിൽ പരിശോധിക്കേണ്ടി വരും. എന്തിന് ഇയാളിത് കൊണ്ടുപോയി? ഇയാൾ സത്യസന്ധനാണെങ്കിൽ അങ്ങനെ പലരും വില ചെയ്യാറുണ്ടല്ലോ, ബോധ്യപ്പെട്ട് അത് അവിടെ വെച്ച് നശിപ്പിക്കണം. ഇയാളുടെ വീട്ടിൽ കൊണ്ടുവന്ന് എന്തിനാ ഈ ലോകത്തെല്ലാം നാശം ഉണ്ടാക്കുന്ന, മോശമാക്കുന്ന ഇയാളുടെ അർത്ഥത്തിൽ പറയുമ്പോൾ വരാഹി വാഹനം ശവമാണ്, വാജിവാഹനം ശവമാണ്, അതിനെയും കൊള്ളത്തില്ലെന്ന് പറയാം. പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുവെക്കൂ? കൊള്ളാത്ത സാധനം പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുവെക്കൂ? ഒന്നുമില്ലല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ പുള്ളി മറുപടി പറയട്ടെ. ഇനി ശരിയോ തെറ്റോ നമുക്കറിയത്തില്ല, പക്ഷേ വരുന്ന വാർത്തയൊന്നും അത്ര സുഖകരമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.